എല്ലാവർക്കും നമസ്കാരം. MTIയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. രണ്ടാം ദിനത്തിലാണ് ഇരളം ഫോറസ്റ്റ് എക്കോ റീസ്റ്റോറേഷൻ ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാടിനുള്ളിലേക്ക് കയറുകയാണ്. ലൻഡാന, സെന്ന പോലുള്ള അധിനിവേശ സസ്യങ്ങളും നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഈ കമ്മ്യൂണിസ്റ്റ് പച്ചയും നീക്കം ചെയ്യുവാനുമായിട്ട് ആ ഫോറസ്റ്റിനുള്ളിൽ സ്വാഭാവിക സസ്യങ്ങൾ വളരുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമ്മൾ ഇരളം ഫോറസ്റ്റിനുള്ളിലേക്ക് കയറുകയാണ്. ആ കാഴ്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. വന്യജീവി വാരാഘോഷത്തിൻ്റെ ഭാഗമായി സൗത്ത് വയനാട് ഡിവിഷനിൽ ചതലത്ത് റേഞ്ചിൽ ഇരളം ഫോറസ്റ്റ് സ്റ്റേഷന് കീഴിൽ എക്കോ രജിസ്ട്രേഷൻ ക്യാമ്പിൻ്റെ ഭാഗമായി സഞ്ചാരം MTI ടീം 5-6 തീയതികളിൽ ഇരളം സ്റ്റേഷൻ്റെ പരിധിയിൽ പൊകലമാളം ഭാഗത്ത് വൈൽഡ് മെയിൻ്റനൻസ്, അവിടെ നമ്മുടെ അധിനിവേശ സസ്യമായ അരിപ്പും കൊങ്ങിണിയും പറിച്ചു മാറ്റുന്ന ഒരു പ്രവൃത്തിയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അത് നമുക്ക് ഗ്രാസ് ലാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഉപകാരപ്രദമാണ്. ഇങ്ങനത്തെ കളകൾ പറിച്ചു മാറ്റുമ്പം ഇവിടെ വന്യമൃഗങ്ങൾ യഥേഷ്ടം പുല്ല് ലഭ്യമാകുന്നതാണ് ഈ പ്രവൃത്തിയിലൂടെ. MTI സഞ്ചാരം ടീമിൻ്റെ ഒത്തുചേരൽ കൂടിയാണിത്. കേരളത്തിനകത്തു നിന്നും പുറത്തുനിന്നും ഉൾപ്പെടെ വയനാട് ഇരളം ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തി 25ഓളം ആളുകൾ പ്രകൃതിയെ സ്നേഹിച്ച് ഈ കാടിനുള്ളിൽ പ്രവർത്തിക്കാൻ എത്തിയിരിക്കുകയാണ്. രാവിലത്തെ ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ കാടിനുള്ളിലേക്ക് ഇറങ്ങുകയാണ്. ഒക്ടോബർ 5, 6 തീയതികളിൽ നടത്തിയ ഇക്കോ റീസ്റ്റോറേഷൻ ക്യാമ്പിന് 5 രാവിലെ 11 മണി മുതൽ ടീം അംഗങ്ങൾ എത്തിയിരുന്നു. ഒന്നിച്ച് കാടിനുള്ളിലെ ഫോറസ്റ്റ് സ്റ്റേഷൻ അടുത്തുള്ള കെട്ടിടത്തിൽ നമ്മളെല്ലാവരും തങ്ങി തുടർന്നുള്ള ദിനമാണ് നമ്മുടെ മുമ്പിൽ ഇന്ന് കാഴ്ചകളായുള്ളത്. ഹായ് പറയടാ. വയനാട് കാടും നാടും ഇഴുകിച്ചേർന്നിരിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്യമൃഗങ്ങളുടെ ആക്രമണവും ശല്യവുമെല്ലാം അനവധിയാണ്. അതിനുള്ളൊരു പരിഹാരം ഒരു പരിധിവരേക്കും സാധിക്കുന്ന പ്രവൃത്തിയിലേക്കാണ് നമ്മൾ കാട് കയറുന്നത്. ഉൾക്കാടുകളിൽ വെള്ളം കിട്ടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങൾക്ക് ചുറ്റും ആനയും മാനും പോലുള്ള ജീവികൾ ഭക്ഷണം ലഭിക്കുവാനുള്ള പ്രവൃത്തിയാണ് നമ്മൾ ചെയ്യുന്നത്. ഉൾക്കാടുകളിൽ അധിനിവേശ സസ്യങ്ങൾ വലിയ തോതിൽ വളരുകയും അവയ്ക്ക് താഴെയായി സ്വാഭാവിക സസ്യങ്ങളും പുല്ലുകളും ചെടികളുമെല്ലാം ഇല്ലാതാവുകയും ചെയ്യും. അതോടൊപ്പം വെള്ളം കുടിക്കാനുള്ള അവയുടെ വഴി അടയുകയും ചെയ്യും. അങ്ങനെ സംഭവിക്കുമ്പോഴാണ് ആനയും മാനും പോലുള്ള ജീവികൾ ബഫർ സോണിലേക്ക് അല്ലെങ്കിൽ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നത്. മാനുകൾ പോലുള്ള ചെറു ജീവികൾ ബഫർ സോണിലേക്ക് എത്തുമ്പോൾ ആഹാരം തേടി കടുവയും പുലിയും പോലുള്ള ജീവികൾ അവയ്ക്ക് പിന്നാലെ എത്തുകയും ചെയ്യും. തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരു പരിധിവരേക്ക് ചെറുക്കുവാനാണ് നമ്മുടെ ഈ പ്രവർത്തനം. കാടിനുള്ളിലേക്ക് ഏകദേശം 2 കിലോമീറ്റർ നടന്നു ചെന്നായിരുന്നു ഈ സ്ഥലത്ത് നമ്മളെത്തിയത്. കടുവ ഉൾപ്പെടെയുള്ള വന്യജീവികളുള്ള ഈ കാട്ടിൽ റേഞ്ച് ഓഫീസർ പ്രിയപ്പെട്ട ഗഫൂർ സാറിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഈ പ്രവർത്തനങ്ങൾ അത്രയും നടന്നത്. രാവിലെ 10 മണിക്ക് തുടങ്ങിയ പ്രവർത്തനം ഉച്ച കഴിഞ്ഞ് 2 മണി വരെ നീണ്ടു നിന്നു.
ഈ സമയം അത്രയും ഒപ്പം നിന്ന് പ്രവർത്തിച്ച ഗഫൂർ സാറിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെക്കുറിച്ചും എടുത്തു പറയാതെ തരമില്ല. മണിയെടുത്താൽ ഈ മനുഷ്യർക്കായ ചെറിയ അല്ല അയ്യടാ വെള്ളത്തിൽ മുക്കരുത്. വീഡിയോ എടുക്കാൻ നല്ലതാ, കയറി പോകാൻ പാടാ. 2 കിലോമീറ്റർ താണ്ടി ഉൾക്കാട്ടിലേക്ക് നമ്മൾ നടത്തിയൊരു ട്രക്കിംഗ് തന്നെയായിരുന്നു ഇത്. വലിയ മലകളും കുന്നുകളും അരുവികളും താണ്ടി കാടിനുള്ളിൽ നമ്മളെത്തിയ ഒരു ചെറിയ കുളത്തിനടുത്തേക്കായിരുന്നു. അതിനു ചുറ്റും ജീവികൾക്ക് ഇറങ്ങിച്ചൊല്ലാൻ പറ്റാത്ത രീതിയിൽ അധിനിവേശ സസ്യങ്ങൾ വളർന്നു നിൽക്കുന്നു. ചുറ്റും ഒന്ന് നോക്കി ഗഫൂർ സാർ പെട്ടെന്ന് തന്നെ കാര്യങ്ങളിലേക്ക് കടന്നു. നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഇതാണ് കമ്മ്യൂണിസ്റ്റ് പച്ച, ഇപ്പിറ്റോറി എന്ന് പറയും, മറ്റേ ലൻഡാന എന്ന് പറഞ്ഞാൽ അരിപ്പൂ, കൊങ്ങിണി, അതാ കാണുന്ന പൂവുള്ള. ഇത് രണ്ടും വേണ്ടത് പറിച്ച് മാറ്റുക. അപ്പോൾ നമ്മൾ പിന്നീട് ഈ ഗ്രാസ് ലാൻഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. ബാക്കി ഇങ്ങനത്തെ എല്ലാ കിട്ടുന്നത് നമുക്ക് പറിക്കാൻ കിട്ടുന്നത് പറിക്കുക. ഒരാൾ പറ്റുന്നില്ലെങ്കിൽ 2 ആൾ കൂടിയിട്ടേ പറിച്ച് നമുക്ക് ഈ ഏരിയ ആണ് നമുക്കൊന്ന് ക്ലീൻ ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നടക്കുന്നില്ല, പരിപാടി തുടങ്ങാം. ചക്കല്ലേ പോയിച്ചക്ക കുഴപ്പമില്ല. MTI സഞ്ചാരം ടീം അംഗങ്ങളുടെ കൈയും മെയ്യും ചേർന്നുള്ള ഒരു ഉഗ്രൻ പെർഫോമൻസ് ആയിരുന്നു ഇരളത്ത് നടന്നത്. ലൻഡാന പോലുള്ള ചെടികൾക്കിടയിലെ മുള്ളുകൾ ശരീരത്തിൽ പോറലുണ്ടാക്കുകയും അട്ട പോലുള്ള ജീവികൾ ശരീരിച്ച് കടിച്ചിരിക്കുമ്പോഴും അതൊന്നും വകവെക്കാതെ നടത്തിയ ഒരു ഉഗ്രം പ്രവർത്തനമായിരുന്നു ഇരളത്ത് ആ ഫോറസ്റ്റിനുള്ളിൽ നടന്നത്. വിനോദസഞ്ചാരമായിരുന്നില്ല ഈ യാത്രയും ഈ ക്യാമ്പുമെല്ലാം. പ്രകൃതിയിലേക്കുള്ള ഇറങ്ങിപ്പോക്ക് തന്നെയായിരുന്നു. പ്രായപൂർത്തിയാകാത്ത 2 കുട്ടികൾ നമുക്കൊപ്പമുണ്ടായിരുന്നു, സനൂപിൻ്റെ മക്കൾ. അതിനോടൊപ്പം എടുത്തു പറയേണ്ടുന്ന 2-3 വ്യക്തികൾ കൂടിയുണ്ട്. സുജീഷിനൊപ്പം ബാംഗ്ലൂരിൽ നിന്ന് വന്ന വിജയും മഞ്ജുസ്വാമിയും കർണാടക ആന്ധ്രാപ്രദേശിൽ നിന്നുള്ളവരാണ്. അവരും ഈ കാടും ഇവിടുത്തെ പ്രവർത്തനങ്ങളും ഇവിടുത്തെ സൗഹൃദവും എല്ലാം മനസ്സിൽ കുറിച്ച് അടുത്ത ക്യാമ്പിൽ നമുക്ക് കാണാമെന്ന് പറഞ്ഞാണ് ഈ യാത്ര പറഞ്ഞത്. ആനയ്ക്ക് വെള്ളം കുടിക്കാനുള്ള സൗകര്യത്തിന് കമ്മ്യൂണിസ്റ്റ് പച്ചകളും ലൻഡാനയും ഉൾപ്പെടെയുള്ള എല്ലാ അധിനിവേശ സസ്യങ്ങളും വെട്ടി ക്ലീനാക്കി. ഇവിടുന്ന് ഈ സൈഡ് മുഴുവൻ കാടായിട്ട് കിടന്നതാണ്. ഇവിടുന്ന് അങ്ങ് അറ്റം വരെ ഫുള്ള് ക്ലീൻ ചെയ്തു. അല്ല കാലിഴമ്പ്. ഇടസമയങ്ങളിൽ വെള്ളവും പഴവും എല്ലാം എത്തിച്ച് നമ്മൾ ക്ഷീണമകറ്റി. മുന്നിലുള്ള കുളത്തിന് മുന്നിലുള്ള സ്ഥലം മുഴുവൻ നമ്മൾ വൃത്തിയാക്കി. ആനകൾ ഉൾപ്പെടെയുള്ള ജീവികൾക്ക് വരുവാനുള്ള വഴിയും തെളിച്ചു.
സ്ത്രീകൾ ഉൾപ്പെടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനവും നമുക്കൊപ്പമുണ്ടായിരുന്നു. ആ വലിയ പ്രവർത്തനത്തിന് ശേഷം നമ്മളെല്ലാവരും കാടിൽ നിന്ന് ചിത്രങ്ങളും പകർത്തി നന്നായി ഒന്ന് ആസ്വദിച്ച് നടത്തിയ ആ പ്രവർത്തനത്തിൽ നിന്ന് നമ്മൾ അവിടുന്ന് വിടവാങ്ങുകയാണ് ഉണ്ടായത്. ആ ദിനത്തിൻ്റെ അവസാന ഘട്ടത്തിൽ പലരും വിഷമത്തോടെയാണ് ആ കാടിനോട് യാത്ര പറഞ്ഞത്. ഒരാളെ കാണാൻ വരെ അങ്ങോട്ട്. ആ ഓക്കെ സെറ്റ്. കാടിനുള്ളിൽ തന്നെ ജീവികൾക്ക് വെള്ളവും ഭക്ഷണവും കിട്ടാൻ വേണ്ടി നമ്മൾ നടത്തിയ പ്രവർത്തനമാണിത്. കാടിനുള്ളിൽ തിങ്ങി നിൽക്കുന്ന അധിനിവേശ സസ്യങ്ങൾ ഇല്ലാതാകുമ്പോൾ സ്വാഭാവിക സസ്യങ്ങൾ തഴച്ചു വളരുകയും ഈ ജീവികൾക്കുള്ള ആഹാരവും വെള്ളവും വഴിയിൽ ലഭിക്കുകയും ചെയ്യും. ഇതുമൂലം നാട്ടിലേക്ക് ഇറങ്ങി വരുന്ന ജീവികളെ ഒരു പരിധിവരെ തടയാനും നമുക്ക് സാധിക്കും. കാടുമായി ചേർന്ന് താമസിക്കുന്ന ജനങ്ങളോട് നമുക്ക് പറയാനുള്ളത് ഇതുമാത്രമാണ്. വന്യജീവികൾ ഇറങ്ങി വരുമ്പോഴും ജീവനുകൾ ഇല്ലാതാകുമ്പോഴും മാത്രം പ്രതികരിക്കുവാൻ ഇറങ്ങാതെ നല്ല നിരീക്ഷണ ബോധത്തോടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക. ഓരോ ആപത്തും ആർക്കും ഉണ്ടാകില്ല. ആഹാരത്തിനും വെള്ളത്തിനും വേണ്ടി മാത്രമാണ് അവ നമുക്ക് അടുത്തേക്ക് വരുന്നത്. അവ അവിടെ വരാതിരിക്കാനുള്ള പ്രവർത്തനങ്ങൾ മനസ്സറിഞ്ഞ് തന്നെ ചെയ്യുക. ഈ മിണ്ടാപ്രാണികൾക്ക് കാടിനുള്ളിൽ തന്നെ നിൽക്കുവാനുള്ള പ്രവർത്തനങ്ങളിൽ നമ്മളും പങ്കാളികളാകുക. അതാത് സ്ഥലങ്ങളിലെ വനവന്യജീവി വകുപ്പുകളുമായി ആലോചിച്ച് ഈ കാടിനും അതിലധിവസിക്കുന്ന ജീവജാലങ്ങൾക്കും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുക. അതിൽ കൂടെ അതിന് ചുറ്റുവട്ടത്ത് താമസിക്കുന്ന ജനങ്ങളും സുരക്ഷിതരായിരിക്കും. എല്ലാവരെയും സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഈ പ്രവർത്തനങ്ങൾക്ക് അവസരം തന്ന വയനാട് ഫോറസ്റ്റ് ഡിവിഷനിലെ എല്ലാ ഉദ്യോഗസ്ഥരോടും സഞ്ചാരം അംഗങ്ങളോടും MTI സഞ്ചാരം ടീമിൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. വലിയ കാഴ്ചകളും വലിയ പ്രവർത്തനങ്ങളുമായി MTI സഞ്ചാരം ടീം ഇനിയും കാടുകയറുന്നതാണ്. കാഴ്ചകളും പ്രവർത്തനങ്ങളും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കുക. പുതിയ വനവന്യജീവി കാഴ്ചകളും പ്രവൃത്തിയിലേക്കുള്ള പ്രവർത്തനങ്ങളുമായി എത്തുന്നതാണ്. ഒപ്പം നിന്ന് ഏവരോടും ഹൃദയത്തിൽ നിന്ന് നന്ദി അറിയിക്കട്ടെ. സ്നേഹത്തോടെ ജൂബി കരിക്കാടൻ MTI.